ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വക്ത എന്നാൽ സംസാരിക്കുന്ന ആളാണ്. പ്രവക്ത പ്രകർഷേണ വക്തും ശീലം അസ്യേതി. വിശേഷപ്പെട്ട ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് പ്രവക്ത എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. എല്ലാ വിഷയങ്ങളെയും ആധികാരികമായി സംസാരിക്കുന്ന അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശുക്രനിത, പ്രിയമുള്ള പ്രേക്ഷകരെ, മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ അടുത്ത സുഹൃത്തായ ബുധൻ്റെ ക്ഷേത്രം മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ പരമശത്രുവായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേവലം 28 ദിവസമാണ് ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാവുക. പിന്നീട് ചിങ്ങൻ രാശി, പിന്നീട് ശുക്രൻ തൻ്റെ നീചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കും. ഉച്ചക്ഷേത്രം കഴിഞ്ഞ് സ്വക്ഷേത്രം കഴിഞ്ഞു. ഇനി ശുക്രൻ പ്രവേശിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തൻ്റെ നീചക്ഷേത്രമായ കന്നിരാശിയിലാണ്. ശുക്രനെ കൊണ്ടാണ് എല്ലാവിധ ഭൗതിക സുഖങ്ങളും നാം ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് സ്ത്രീകളെ ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് ആഡംബര സുഖഭോഗ വസ്തുക്കളെ ചിന്തിക്കുന്നത്, വാഹനങ്ങളെ ചിന്തിക്കുന്നത്. അതിനാൽ ശുക്രൻ നീചസ്ഥനാകുമ്പോൾ പലപ്പോഴും, പ്രത്യേകിച്ച് കർക്കിടക രാശിയിൽ അത്യന്തം ശത്രുവായ ചന്ദ്രക്ഷേത്രമായ കർക്കിടക രാശിയിൽ വരുമ്പോൾ പോലും ശുക്രൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാം. ദ്വിഭാര്യോർത്തി ഭീരുർ പ്രബല മതശോകസ്യ ശശിമേ. കർക്കിടകത്തിൽ ആശയഫലം വരാഹ മിഹിര ആചാര്യർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ്വിഭാര്യ അർത്ഥി. 2 ഭാര്യമാരുണ്ടാവുക, അല്ലെങ്കിൽ 2 സ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ടാവുക. ഭാര്യയല്ലാതെ മറ്റ് സ്ത്രീകൾ കടന്നു വരിക. അർത്ഥി, ആഗ്രഹിക്കുന്ന ആളാവുക, അനേകം സ്ത്രീകളെ ആഗ്രഹിക്കുക. കർക്കിടകം ബഹുവാദ രാശിയാണ്. പ്രബല മതശോകശ്ച, പ്രബലമായ മതം, കാമം, ദുഃഖം, വിരഹം ഇതൊക്കെ അനുഭവിക്കും. അതിനാൽ ശുക്രൻ പല രാശിക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ, പേരുദോഷങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ട് പോക്സോ കേസ്, ഇതിലൊക്കെ ഈ ശുക്രൻ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൈവരുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 2 ഭാവങ്ങളുടെ അധിപനായിട്ട് ആണ്. ഒന്ന് അവരുടെ സന്താനപതി, 5ാം ഭാവാധിപത്യം. മറ്റൊന്ന് അവരുടെ കർമാധിപത്യം, തൊഴിൽ. ആ ശുക്രൻ നിൽക്കുന്നതോ അതിശക്തമായി ഒരു അധിയോഗം ചെയ്ത് വ്യാഴത്തോടുകൂടി 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ കർമ്മമേഖലയിൽ സഞ്ചാരമുണ്ടാകും, നല്ല ജോലി ലഭിക്കും. വിദേശത്തുള്ള സുഹൃത്ത് തന്നെ ക്ഷണിക്കും, തനിക്ക് ജോലി തരും. ദേവാലയ വിഷയത്തിൽ ദേവന് ധാരാളം, അല്ലെങ്കിൽ ദേവിക്ക് ധാരാളം ആഭരണങ്ങൾ ലഭിക്കും. മക്കൾക്ക് വിവാഹ തീരുമാനം ഉണ്ടാകാം. പെട്ടെന്നായിരിക്കും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക. എത്രയോ കാലമായി മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങളൊക്കെ പെട്ടെന്ന് നടത്തുക. പെട്ടെന്നൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്ന ദമ്പതികൾ ഒരുമിക്കാനുള്ള അവസരം. അതിനുമപ്പുറം ആദ്യ വിവാഹം കഴിഞ്ഞ് 2ാമത്തെ വിവാഹത്തിനുള്ള ഒരുക്കപ്പാടുകൾക്ക് ഏറ്റവും നല്ലത്. ഡൈവേഴ്സ് കഴിഞ്ഞവർക്ക് പെട്ടെന്ന് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തനിക്ക് പറ്റുന്ന ഒരാളെ കാണുക, അല്ലെങ്കിൽ വിദേശത്ത് പോയാൽ അവിടെ നിന്നായിരിക്കും പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നറിയുക. ഇവിടെ സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് ഏറ്റവും നല്ലതാണ്. അവർ വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അവർക്ക് വേണ്ട ബാങ്കിങ് സഹായങ്ങൾ ബാങ്കുകൾ ചെയ്തു കൊടുക്കുന്നു, ഫെലോഷിപ്പ് കിട്ടുന്നു. ഇങ്ങനെ ധാരാളം സൗഭാഗ്യങ്ങൾ മകര രാശിക്കുണ്ട്, ഒരു സംശയവുമില്ല. മന്ത്രപതിയാണ്. നന്നായി ഓം സം സരസ്വതി നമഃ എന്ന് പ്രാർത്ഥിക്കുക. സരസ്വതി ക്ഷേത്രത്തിൽ സരസ്വതി പുഷ്പാഞ്ജലി ചെയ്താൽ കുട്ടികളുടെ പഠനങ്ങൾക്കൊക്കെ വളരെയധികം പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ നല്ല അനുകൂലമായ ഒരു മാസക്കാലം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മകരം രാശിക്കാർക്ക് നമസ്തേ.